തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരു പന്നിയും പശുവും തമ്മിലുള്ള സംഭാഷണം ഒരു ചിന്താവിഷയമാക്കട്ടെ. പന്നി പരാതി പറയുകയാണ്, നോക്കിയേ, എൻ്റെ മാംസം എല്ലാവർക്കും എന്തിഷ്ടമാണ്. എല്ലാവരും ആഘോഷങ്ങൾക്കൊക്കെ അത് സ്പെഷ്യൽ വിഭവമായിട്ട് വാങ്ങാറുണ്ട്. എന്നാലും ആരും എന്നെ സ്നേഹിക്കുന്നില്ല. നിന്നോട് ആൾക്കാർക്ക് എന്തിഷ്ടമാണ്. അപ്പോൾ പശു പറഞ്ഞു, സ്നേഹിത, നിൻ്റെ മാംസം എൻ്റെ മാംസത്തേക്കാൾ നല്ലതാണ്, ടേസ്റ്റിയാണ്. പക്ഷേ എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഞാൻ മാംസം കൊടുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഞാൻ പാൽ ചുരത്തുന്നത് കൊണ്ടാണ്, അവർക്ക് ആവശ്യമായ വളം നൽകുന്നത് കൊണ്ടാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായവ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്നെ കൂടുതലിഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന പുണ്യം നമ്മൾ ചെയ്യുക. കർത്താവ് അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. അവിടെ യേശു വിധിക്കുന്നത് നീ സ്നേഹിച്ചുവോ, ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ സഹോദരന് വേണ്ടി നന്മ ചെയ്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ആസ്പദമാക്കിയിട്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്ത് മുന്നേറാം. ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് നന്മ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.